ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സത്താൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സത്താൻ മെനുവിൽ ഒരു പായസം റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പായസം എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. അപ്പോൾ ഞാൻ 2 ക്യാരറ്റ്, മീഡിയം സൈസുള്ള 2 ക്യാരറ്റ് ഞാൻ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിനി ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എത്രത്തോളം ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫൈനായിട്ട് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കാരണം നീളത്തിൽ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പായസം കുടിക്കുന്ന സമയത്ത് അതൊരു വലിയ വലിയ പീസസ് ആയിട്ട് കിടക്കും. അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ലത്, അതേപോലെ പായസം കുടിക്കുമ്പോൾ ടേസ്റ്റും തോന്നിക്കുന്നത് ഇതുപോലെ ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എത്രത്തോളം പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത്, ഈ പായസം ഉണ്ടാക്കാൻ ബാദാം വേണം, അതേപോലെ തന്നെ കാഷ്യൂനട്ട് വേണം. അപ്പോൾ ഞാൻ ഒരു പിടി ബാദാം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തതാണ്, ഞാൻ കുതിർത്ത് വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ കുതിർക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബാദാമിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ് ബാദാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ, ഇതുപോലെ. അപ്പോൾ ഞാൻ ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പിടി ബദാം എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു 5-6 കാഷ്യൂനട്ടും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പേ നമുക്കൊന്ന് അരി ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പായസം റൈസാണ്. അപ്പോൾ പച്ചരിയുടെ പായസം റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് പച്ചരി ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിയ പായസം റൈസാണിത്. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഉണക്കലരി എടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പച്ചരി ഇപ്പോൾ 1-2 കഷ്ണങ്ങളായിട്ട് നുറുക്കിയ ടൈപ്പിലുള്ള അരിയാണ്, അതായത് ഇതുപോലെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി എടുത്തിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാവുന്നതാണ്. ഒരുപാടൊന്നും പൊടിഞ്ഞു പോകരുത്. ഒരരി 1-2 കഷ്ണമായിട്ടൊന്ന് മുറിഞ്ഞ് കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഉണക്കലരി കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഉണക്കലരി എന്ന് പറയുന്നത് പായസം റൈസ്, അത് എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 1/2 ലിറ്റർ പാലിനുള്ള അളവിലാണ് ഞാൻ റൈസ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലിലാണ് ഞാനിപ്പോൾ പായസം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റാണ്. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് എടുക്കരുത് കേട്ടോ, നമുക്കിത് കുറച്ച് മതിയാവും. അരിയെല്ലാം നമുക്ക് അധികം വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് അരി മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 വലിയ സ്പൂൺ അരി എടുക്കുക. ഇനി നമ്മൾ അരി നന്നായിട്ട് കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ വേവിക്കുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ ആ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ളു ചേർത്താൽ മതിയാവും, ഒരുപാട് ചേർക്കരുത്. ഇനി ഇത് നമുക്ക് സൈഡിൽ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ബാദാമും കാഷ്യൂയൊക്കെ നമ്മളൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാർ എടുക്കുക. അതിനകത്തേക്ക് നമ്മളുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്, അതായത് ബാദാമും കശുവണ്ടിയൊക്കെ ചേർക്കുക. പിന്നെ നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് പാൽ ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കിയിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ അരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പായസം കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് നട്ട്സൊക്കെ കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ പേസ്റ്റായിട്ട് അരക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക. ബാക്കി നമ്മൾ ഇതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് ചേർക്കുന്ന സമയത്ത് തന്നെ ആ ക്രഷ് ചെയ്ത നട്ട്സും കൂടെ നമുക്ക് പായസത്തിനകത്തേക്ക് ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, ഓരോരാളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താം. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരി വേവിക്കേണ്ട പാകം എന്ന് പറയുന്നത് ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. അതായത് നമ്മൾ കയ്യിലിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഉടയ്ക്കാൻ പറ്റണം, അത്ര ആ ഒരു പാകം മതിയാവും. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ബാക്കി നമ്മൾ പായസം റെഡിയാക്കുന്ന സമയത്ത് ബാക്കി അതിന് കിടന്ന് വെന്തോളും. അപ്പോൾ ഒരുപാട് കടിക്കുന്ന പരുവാവരുത്, അരി വേവണം, പക്ഷേ ഒരുപാടൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് ഒരു വലിയ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, എങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ക്യാരറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ക്യാരറ്റിൻ്റെ പച്ചമണോ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും, കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് അടച്ചു വെച്ച് ചെയ്യുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു പച്ച ടേസ്റ്റ് പോകുന്നവരെ ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്ക് നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു പച്ച ടേസ്റ്റ്, ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കശുവണ്ടി ആൽമണ്ട് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പേസ്റ്റ് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ ഒരു പായസത്തിന്. ആ ബദാമിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും നമ്മൾ പായസം കുടിക്കുന്ന സമയത്ത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ആ പേസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയാവും. എന്നിട്ടെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ പേസ്റ്റ് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ചൂടാക്കണം. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കൊഴുപ്പുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ കൊഴുപ്പുള്ള പാലാണെങ്കിൽ നമ്മുടെ പായസത്തിന് നന്നായിട്ടൊരു കൊഴുപ്പ് കാണും. അപ്പോൾ എല്ലാം കൂടി ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പാലും നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ മധുരം നമുക്ക് പിന്നീട് ചേർക്കാം. ഇപ്പോൾ ഇത് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ആ ഒരു ക്യാരറ്റും അരിയും ഒക്കെ പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ്. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ചെയ്യരുത് കേട്ടോ, അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ പാലും ക്യാരറ്റും അരിയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട് നമ്മുടെ പായസത്തിന്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പാലാണ് പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അതിൻ്റെ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മിൽക്ക് മെയ്ഡിനകത്ത് മധുരം ഉണ്ടാവും. അതുകൊണ്ട് ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കുക. അപ്പോൾ നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതിന് മുന്നേ നമ്മൾ പഞ്ചസാര ചേർക്കരുതേ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 1/4 കപ്പും അതേപോലെ ഒരു 2 സ്പൂണും ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മധുരമുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മധുരം കുറവായിട്ട് തോന്നാം. അതുകൊണ്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം ചേർക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് ഒരിക്കൽ കൂടി നമ്മളൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പ്രാവശ്യം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാരയും എല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ഇത് നോക്കിക്കാൻ ഞാൻ നമ്മുടെ പായസം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം പായസം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരമൊക്കെ എനിക്ക് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നെയ്യിൽ നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു വലിയ സ്പൂണ് നെയ്യ് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു പിടി കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും കൂടെ ചേർത്തിട്ട് ചൂടാക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല, അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ഏലക്ക ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ഏലക്ക ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. എന്തോ ക്യാമറയിൽ റെക്കോർഡായിട്ടില്ല. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
ക്യാരറ്റ് ബാദാം പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ കൂട്ടുകാരെ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്